വെൽക്കം ബാക്ക് ടു പ്ലസ് ടു ഫിസിക്സ്. ഇന്ന് നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററിലെ ട്രാൻസ്ഫോമർ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സാമിന് ഈ ഭാഗത്തു നിന്ന് സ്ഥിരമായി ക്വസ്റ്റ്യൻസും വരാവുന്നതാണ്. എന്താണ് ഒരു ട്രാൻസ്ഫോമർ എന്ന് നമുക്ക് നോക്കാം. എ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് യൂസ് ടു ചേഞ്ച് ദ വോൾട്ടേജ് ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എ സി കറണ്ടിന്റെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ കൂടാതെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നിരിക്കും. മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നിട്ടില്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് ചൂസ് ചെയ്യണം. അപ്പം ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. A transformer which converts low voltage to high voltage is called step-up transformer. Low voltage ne high voltage ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആയിട്ട് മാറ്റാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ രണ്ടു തരം ട്രാൻസ്ഫോമർ ആണുള്ളത്. ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കി മാറ്റുന്നു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കി മാറ്റുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമർ നിർമ്മിക്കുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് എ സോഫ്റ്റ് അയൺ കോർ. ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. അതിന്റെ ഷേപ്പ് സർക്കുലർ ആകാം അല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്പ് ആകാം. അപ്പോൾ സർക്കുലർ ഷേപ്പിലോ റെക്ടാംഗുലർ ഷേപ്പിലോ ഉള്ള ഒരു സോഫ്റ്റ് അയൺ കോർ ഓവർ വിച്ച് ടു ഇൻസുലേറ്റഡ് കോയിൽസ് ആർ വൗണ്ട്. ഇതിനെ ചുറ്റി രണ്ട് ഇൻസുലേറ്റഡ് കോയിൽസ്, ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന കോയിൽസ്, രണ്ടു തരം കോയിലുകൾ ചുറ്റിയിട്ടുണ്ട്. ദ കോയിൽ ടു വിച്ച് വോൾട്ടേജ് ഈസ് സപ്ലൈഡ് ഈസ് കോൾഡ് പ്രൈമറി കോയിൽ. നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്ന കോയില് പ്രൈമറി കോയിൽ എന്നും, ഇൻ വിച്ച് വോൾട്ടേജ് ഈസ് ഡെലിവേർഡ് ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. നമ്മൾ എവിടുന്നാണ് വോൾട്ടേജ് ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത് അത് സെക്കൻഡറി കോയിൽ എന്നും അറിയപ്പെടുന്നു. അപ്പൊ രണ്ടുതരം കോയിലുകളാണുള്ളത്. നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത് പ്രൈമറി കോയിലാണ്. എവിടുന്നാണോ വോൾട്ടേജ് ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത് അത് സെക്കൻഡറി കോയിലാണ്. കോർ ഈസ് ലാമിനേറ്റഡ് ടു മിനിമൈസ് എഡ്ഡി കറന്റ്. എഡ്ഡി കറന്റ് ഫ്ലോ മിനിമൈസ് ചെയ്യാൻ വേണ്ടി കോർ ലാമിനേറ്റ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. In step-up transformer, the number of turns in the secondary is greater than the number of turns in the primary. അപ്പം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും, സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. അപ്പം സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. നേരെ തിരിച്ച് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണെങ്കിൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം കുറവായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. ഇപ്പം പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളൂ, അതുപോലെ സെക്കൻഡറിയിൽ ടേൺസിന്റെ എണ്ണം കുറവാണ്. ഇതെന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള അതിന്റെ കൺസ്ട്രക്ഷന്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടെന്ന് പറഞ്ഞു. സോഫ്റ്റ് അയൺ കോർ ഇത് റെക്ടാംഗുലർ ഷേപ്പിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ സോഫ്റ്റ് അയൺ കോറിലേക്ക് നമ്മൾ പറഞ്ഞു രണ്ട് കോയിലുകൾ നോക്കാം. പ്രൈമറി കോയില്, സെക്കൻഡറി കോയില് നോക്കുക. ഇവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണെങ്കിൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, ഇവിടെ ചുറ്റികളുടെ എണ്ണം കുറവാണ്, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. അപ്പോൾ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവും സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുമുള്ള ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് അറിയപ്പെടുന്നത്. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവും സെക്കൻഡറിയിൽ കൂടുതലുമാണെങ്കിൽ അതായിരിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇത് നേരെ തിരിച്ച് പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിൽ കുറവുമാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവ്, അതാണെങ്കിൽ എന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണ്, ഈ ഡയഗ്രാം വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പം പരീക്ഷയ്ക്ക് അതുപോലെ ഒരു ഡയഗ്രാം തന്നിട്ട് ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും നമ്പർ ഓഫ് ടേൺസ് നോക്കുക. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവും സെക്കൻഡറിയിൽ കൂടുതലുമാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവുമാണെങ്കിൽ അതായിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഇൻഡക്ഷൻ അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. When an alternating EMF is applied to the primary, പ്രൈമറിയിലേക്ക് നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് EMF കൊടുത്തു കഴിഞ്ഞാൽ
the magnetic flux linked with the secondary also changes. നമ്മൾ പഠിച്ചിട്ടുണ്ട് magnetic flux linked with the secondary also changes and an EMF is induced in the secondary. അതിന്റെ ഫലമായി എന്ത് ചെയ്യും, ഒരു EMF സെക്കൻഡറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു AC EMF നമ്മൾ അല്ലെങ്കിൽ AC വോൾട്ടേജ് നമ്മൾ പ്രൈമറിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന സെക്കൻഡറിയിൽ EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലമാണ്. അപ്പോൾ ഇതിന്റെ ഫലമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യും, സെക്കൻഡറിയിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് NP എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറിയും NS എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറിയുമാണെന്ന് വിചാരിക്കുക. NP എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം, അതുപോലെ NS എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. അതുപോലെ തന്നെ വോൾട്ടേജിന്റെ പ്രൈമറി നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, പ്രൈമറി വോൾട്ടേജ് അതാണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. പ്രൈമറിയിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് VP ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൈമറി കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IP, then a current IP will flow through the primary. This current produces an EMF in the primary. അപ്പോൾ ഈ കറണ്ട് മൂലം എന്ത് ചെയ്യും, ഒരു EMF പ്രൈമറി കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യും. Due to mutual induction an EMF is induced in the secondary also. അപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലം സെക്കൻഡറിയിലും ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് പ്രൈമറി, പ്രൈമറിയിലുള്ള ഫ്ലക്സിനെ നമ്മൾ ഫൈ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം NP ആണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഫ്ലക്സ്, അപ്പം ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് NP ഇൻറ്റു ഫൈയും. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡറി NS എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ്, NS ഇൻറ്റു ഫൈ. അപ്പോൾ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡറി NS ഇൻറ്റു ഫൈ എന്ന് എഴുതും. അപ്പോൾ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് പ്രൈമറി NP ഫൈ എന്നും ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡറി NS ഫൈ എന്നും നമുക്ക് എഴുതാം. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് EMF is equal to minus d∅dt എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ EMFന്റെ പ്രൈമറി EP എന്ന് എഴുതാം, EP is equal to മൈനസ് ഇവിടെ NP എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു d∅dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനി ഇവിടെ പറയുവാണ് അടുത്ത നമ്മൾ പറയുന്നു ES എന്ന് പറയുന്നത് ES is equal to minus NS into d∅dt. ഇവിടെ ES എന്ന് പറയുന്നത് EMF in the secondary ആണ്, which is equal to minus into NS എന്ന് പറയുന്നത് number of turns in the secondary into d∅dt. അപ്പോൾ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFന് എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടി. EP is equal to minus NP into d∅dt, ES is equal to minus NS into d∅dt. ഇനി നമ്മളോട് പറയുവാണ് ഇവിടെ രണ്ട് എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അകത്തുനിന്ന് NP എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുവാണ്. അപ്പൊ എന്ത് കിട്ടും, EP ഡിവൈഡ് ബൈ NP എന്ന് കിട്ടും. EP ഓൾറെഡി ലെഫ്റ്റ് സൈഡിലുണ്ട്, NP കൂടെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ NP എന്ന് കിട്ടും. EP ഡിവൈഡ് ബൈ NP ഇസ് ഈക്വൽ ടു മൈനസ് d∅dt. ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കുക, ES ബൈ NS, NS ലെഫ്റ്റ് സൈഡിലേക്ക് മാറുമ്പോൾ ES ബൈ NS ഇസ് ഈക്വൽ ടു മൈനസ് d∅dt. അപ്പോൾ രണ്ട് എക്സ്പ്രഷൻസ് കിട്ടി. EP ബൈ NP ഇസ് ഈക്വൽ ടു മൈനസ് d∅dt യും ES ബൈ NS ഇസ് ഈക്വൽ ടു മൈനസ് d∅dt, രണ്ട് എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്തിരിക്കാൻ നമുക്ക് ഇങ്ങനെയുണ്ട്. റൈറ്റ് സൈഡ് രണ്ടിന്റെ ഈക്വൽ ആയതിനാൽ നമുക്ക് ലെഫ്റ്റ് സൈഡുകൾ ഇക്വേറ്റ് ചെയ്യാം. EP ബൈ NP ഇസ് ഈക്വൽ ടു ES ബൈ NS എന്ന് കിട്ടും. EP ബൈ NP ഇസ് ഈക്വൽ ടു ES ബൈ NS. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ EMFന്റെ ടേമിനെ എല്ലാം ഒരു സൈഡിലേക്കും നമ്പർ ഓഫ് ടേൺസിനെ അടുത്ത സൈഡിലേക്കും മാറ്റുവാണ്. നോക്കാം, ഇവിടെ നമ്മൾ ഈ ടേം ESനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്ത് കിട്ടും, EP ബൈ ES എന്ന് കിട്ടും. അതുപോലെ NP നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ NP ബൈ NS എന്ന് കിട്ടും. നോക്കാം, ഒന്നുകൂടെ പറയാം. EP എന്നുള്ള ടേം ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്, ES എന്ന് പറയുന്ന ടേമിനെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുവാണ്. അപ്പോൾ എന്ത് കിട്ടും, EP ബൈ ES എന്ന് കിട്ടും. ഇനി NP നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, NP ബൈ NS എന്ന് കിട്ടും. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. EP ബൈ ES is equal to NP by NS നമുക്ക് കിട്ടും. EP by ES is equal to NP by NS എന്ന് കിട്ടും. ഇത് രണ്ടും ഈക്വൽ ആണ്. അതിന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നു. K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. EP by ES is equal to NP by NS is equal to a constant K is called transformation ratio or turns ratio of transformer. ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ ടേൺസ് റേഷ്യോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും, പ്രൈമറിയിൽ കുറവായിരിക്കും. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്ത് ചെയ്യും, വോൾട്ടേജ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതൽ നമുക്ക് പറഞ്ഞു. സെക്കൻഡറി നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കൂടുതലായിരിക്കും പ്രൈമറിയിലെ വോൾട്ടേജിനേക്കാളും. തിരിച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ
number of turns in the secondary is less than number of turns in the primary. പ്രൈമറിയിൽ number of turns കൂടുതലാണ്, സെക്കൻഡറിയിൽ കുറവാണ്. ഇനി നമ്മൾ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൈമറിയിലുള്ള വോൾട്ടേജിനെക്കാളും കുറവായിരിക്കും സെക്കൻഡറിയിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണ്, അപ്പോൾ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കൂടുതലായിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കുറവായിരിക്കും. ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം? Efficiency of a transformer is equal to output power divided by input power. ഏതൊരു മെഷീന്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയാണ് ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ. ഇവിടെ എഫിഷ്യൻസിയെ ഈറ്റ എന്നൊരു ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈറ്റ ഇസ് ഈക്വൽ ടു എന്താണ് വി എസ് ഇൻറ്റു ഐ എസ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻറ്റു ഔട്ട്പുട്ട് കറണ്ട്, അല്ലെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കറണ്ട് ഡിവൈഡ് ബൈ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ട്. ഇതാണ് നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു വി എസ് ഐ എസ് ഡിവൈഡ് ബൈ വി പി ഐ പി. ഇനി ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയുടെ വാല്യൂ 1 ആയിരിക്കും. അല്ലെങ്കിൽ 100% എഫിഷ്യൻസി ഉള്ള ഒരു ട്രാൻസ്ഫോമറിന് നമ്മൾ പറയുന്ന പേരാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പവർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടും. ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് 1 എന്ന് കിട്ടുന്നത്. അതായത് കൊടുക്കുന്ന ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന പവർ മുഴുവനും ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്ഫോമർ നമ്മൾ പറയുന്ന പേരാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി 1 ആണ്, അല്ലെങ്കിൽ 100% എഫിഷ്യൻസി ഉള്ള ട്രാൻസ്ഫോമർ ആണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് അറിയപ്പെടുന്നത്. ഇനി സാധാരണ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറുകളിലെല്ലാം എഫിഷ്യൻസി 1 കുറവായിരിക്കും. എന്നാൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന പവർ മുഴുവൻ നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നില്ല. അങ്ങനെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ട്രാൻസ്ഫോമറുകളുടെ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? 1 കുറവായിരിക്കും. അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമറുടെ എഫിഷ്യൻസി 1 ആണ്, പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൽ എഫിഷ്യൻസി ലെസ് ദാൻ 1 ആണ്. ട്രാൻസ്ഫോമറിൽ ഏതൊക്കെ രീതിയിൽ എനർജി ലോസുകൾ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്പർ 1, കോപ്പർ ലോസ് അല്ലെങ്കിൽ ജൂൾ ലോസ്. അപ്പം കോപ്പർ ലോസ്, ജൂൾ ലോസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു, ഒരു കോയിലിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ റെസിസ്റ്റൻസ് മൂലം ആ കണ്ടക്ടറിൽ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജൂൾസ് ലോ ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3rd ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് കോപ്പർ വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ കോപ്പർ വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ പ്രൈമറിയിലും സെക്കൻഡറിയിലും കോപ്പറിനകത്തൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കോപ്പർ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് മൂലം അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന ഹീറ്റ് മൂലം ഹീറ്റ് ആയിട്ട് എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. അപ്പം ഹീറ്റ് എനർജി ഡിസിപ്പേറ്റഡ് ഫ്രം ദ കോയിൽ എന്ത് ചെയ്യും? ലോസസ് ദ എനർജി. അപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ കൊടുക്കുന്ന എനർജി കുറെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഉണ്ടാകുന്ന ലോസിനാണ് നമ്മൾ കോപ്പർ ലോസ് അല്ലെങ്കിൽ ജൂൾ ലോസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് കുറവുള്ള വയേഴ്സ് നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പം റെസിസ്റ്റൻസ് കുറയാൻ വേണ്ടി കോപ്പറിന്റെ തിക്ക് ആയിട്ടുള്ള വയേഴ്സ് യൂസ് ചെയ്യുക. അപ്പം ദിസ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ യൂസിങ് തിക്ക് കോപ്പർ വയേഴ്സ് ഓഫ് ലോ റെസിസ്റ്റൻസ്. തിക്ക് ആയിട്ടുള്ള കോപ്പർ വയേഴ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറയുന്നതിന്റെ ഫലമായി നമുക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുള്ള ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അതുമൂലം നമുക്ക് എനർജി ലോസ്, കോപ്പർ ലോസ് അല്ലെങ്കിൽ ജൂൾ ലോസ് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അയൺ ലോസ്, എഡി കറന്റ് ലോസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞു അയൺ കോർ നമ്മൾ പറഞ്ഞു റെക്ടാങ്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലാണെന്ന് പറഞ്ഞു. ഇതിനെ ഫ്ലാറ്റ് ആയിട്ടുള്ള അതിന്റെ സർഫസിൽ എന്ത് ചെയ്യും? എഡി കറൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. സർക്കുലേറ്റിംഗ് കറൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഡി കറൻസ് ഇങ്ങനെ ഉണ്ടാകുന്ന എഡി കറന്റ് മൂലം കോർ ഹീറ്റ് ആവും. തൊട്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞു കോയിൽ ഹീറ്റ് ആവുന്ന കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ അതിന്റെ കോർ ഹീറ്റ് ആവും. കോർ ഹീറ്റ് ആവുന്നത് മൂലം എന്ത് ചെയ്യും? എനർജി നഷ്ടപ്പെടും. ഇങ്ങനെ ഉണ്ടാകുന്ന ലോസ് ആണ് എഡി കറന്റ് ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ലാമിനേറ്റഡ് കോഴ്സ് യൂസ് ചെയ്താൽ മതി. എഡി കറന്റ് മിനിമൈസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞായിരുന്നു ലാമിനേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെയും അതുപോലെ നമ്മൾ അയണിന്റെ കോപ്പറിന്റെ ഒക്കെ പല തകിടുകൾ കനം കുറഞ്ഞ പാടുകളായിട്ട് എടുത്തതിന് ശേഷം അവയെ ഓരോ തകിടുകളെയും അല്ലെങ്കിൽ ഓരോ പീസിനെയും നമ്മൾ ലാമിനേറ്റ് ചെയ്ത് ഒരുമിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഈ ലാമിനേഷൻ മൂലം എഡി കറന്റ് ഫ്ലോ ഉണ്ടാകുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. Third one, magnetic flux linkage.
The entire magnetic flux produced in the primary does not link with the secondary. This wastage in flux results in energy loss. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മുഴുവൻ സെക്കൻഡറിയുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നില്ല. അപ്പം പ്രൈമറിക്കും സെക്കൻഡറിക്കും ഇടയിൽ കുറെ ഫ്ലക്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ കുറച്ച് ഫ്ലക്സ് മിസ്സാകും. അങ്ങനെ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ലീക്കേജ് മൂലം നമുക്ക് ഉണ്ടാകുന്ന എനർജി ലോസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മുഴുവനും സെക്കൻഡറിയുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടാതെ കുറെ ലീക്ക് ചെയ്തു പോകുന്നു. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജി ലോസ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് അറിയപ്പെടുന്നത്. This loss can be minimized by winding the primary and secondary coils one over the other. പ്രൈമറിയും സെക്കൻഡറിയും ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ട് വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് ലോസ് കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് നമ്മൾ പഠിച്ചിരുന്നു. When the iron core undergoes repeated cycles of magnetization and demagnetization. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സോഫ്റ്റ് അയൺ കോറിന് ചുറ്റി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, കോപ്പറിന്റെ ചുറ്റികൾ, കോപ്പർ വയർ അതിനെ സോഫ്റ്റ് അയണിനെ ചുറ്റി എടുത്തിരിക്കുകയാണ്. അതിലൂടെ കറണ്ട് കടന്നു പോകും. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റ് മുതലായി. ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ് അയണിനെ ചുറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോയില് നമ്മൾ യൂസ് ചെയ്യുന്നു. ആ കോയിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ സോഫ്റ്റ് അയൺ എന്തായി മാറും, മാഗ്നറ്റായി മാറും എന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ സംഭവിക്കും. നമ്മൾ പറഞ്ഞ കോർ അയൺ കോറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ അയൺ കോറിനെ കോയിലിൽ ചുറ്റിയിട്ടുണ്ട്. ഈ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഈ അയൺ കോറിന് മാഗ്നറ്റൈസേഷൻ സംഭവിക്കും. കറണ്ട് ഇല്ലാതാകുന്ന സമയത്ത് അത് ഡീമാഗ്നറ്റൈസ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു മാഗ്നറ്റൈസേഷൻ സംഭവിച്ചു, അത് ഡീമാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് ഹിസ്റ്റീരിസിസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമൂലം എന്ത് ചെയ്യും, ഈ അയൺ കോർ എന്ത് ചെയ്യും, ഈ അയൺ കോർ ചൂടാകും, അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ്, അയൺ കോറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതുമൂലം എന്ത് ചെയ്യും, കുറെ എനർജി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ പ്രോസസ്സുകൾ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നതിന്റെ ഫലമായി അയൺ കോറിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഹീറ്റിന്റെ ഫലമായി എനർജി ലോസ് സംഭവിക്കുന്നു. ഇതാണ് ഹിസ്റ്റീരിസിസ് ലോസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നത് ഹിസ്റ്റീരിസിസ് ലോസ് കുറവുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിനെ പരിഹരിക്കാനുള്ള ഒരു മാർഗം. It can be minimized by using materials with low hysteresis loss for making the core. കോർ നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്റീരിസിസ് ലോസ് കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കോർ നിർമ്മിക്കാം. ഇവിടെ നമുക്ക് ഹിസ്റ്റീരിസിസ് ലോസ് ഏറ്റവും കുറവുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സോഫ്റ്റ് അയൺ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ സോഫ്റ്റ് അയൺ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. കറണ്ട് കടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മാഗ്നറ്റൈസേഷൻ സംഭവിക്കും. കറണ്ട് ഇല്ലാതാകുന്ന സമയത്ത് സഡൻ ആയിട്ട് ഡീമാഗ്നറ്റൈസേഷൻ സംഭവിക്കും. അപ്പൊ ഇതാണ് സോഫ്റ്റ് അയൺ കോർ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമറിന്റെ കോറിൽ നമ്മൾ സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, സോഫ്റ്റ് അയണിന് ഹിസ്റ്റീരിസിസ് ലോസ് കുറവാണ്. അപ്പം എന്ത് സംഭവിക്കും, മാഗ്നറ്റൈസേഷൻ നടക്കുന്നു, ഡീമാഗ്നറ്റൈസേഷൻ നടക്കുന്നു. അതിന്റെ സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ ഫലമായി നമുക്ക് ഈ ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഹിസ്റ്റീരിസിസ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കറണ്ട് കടന്നു പോകുന്ന സമയത്ത് മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ സൈക്കിൾസ് റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകും. ഇതിന്റെ ഫലമായി കോറിൽ എന്ത് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ ഹീറ്റ് മൂലം എനർജി വേസ്റ്റ് ആകും. അത് കുറയ്ക്കാൻ വേണ്ടി ഹിസ്റ്റീരിസിസ് ലോസ് കുറവുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് കോർ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗം. സോഫ്റ്റ് അയൺ കോർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ട്രാൻസ്ഫോമർ എന്താണ്, ട്രാൻസ്ഫോമറിന്റെ ഉപയോഗം എന്താണ്, ട്രാൻസ്ഫോമർ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമറുകൾ ഏതൊക്കെയാണ്, അവ തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ട്രാൻസ്ഫോമറിൽ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം, ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന എനർജി ലോസുകൾ ഏതൊക്കെ, അതെങ്ങനെ പരിഹരിക്കാം എന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ്. അപ്പോൾ നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.